മാധ്യമപ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചയിൽ സദസ്സിനെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ലയോ 14 പാപ്പ തുടക്കത്തിൽ തന്നെ ഹർഷാരവങ്ങളോടെ തന്നെ വരവേറ്റവരോട് പ്രസംഗത്തിന്റെ ആരംഭത്തിൽ കൈയടിക്കുന്നതിൽ പ്രസക്തിയില്ലെന്നും അതേസമയം പ്രസംഗത്തിന് ശേഷവും ഉണർന്നിരുന്ന് കൈയടിച്ചാൽ അതിലാണ് കാര്യമെന്നും പാപ്പ നർമ്മരസത്തിൽ പറയുകയുണ്ടായി. They say when they clap at the beginning, it doesn't matter much. If you're still awake at the end and you still want to applaud, thank you very much. അതേസമയം മാതൃരാജ്യമായ അമേരിക്കയിലേക്ക് ഉടൻ ഒരു സന്ദർശനത്തിന് പദ്ധതിയുണ്ടോ എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് അതുണ്ടാവില്ല എന്നായിരുന്നു പാപ്പയുടെ മറുപടി. മെയ് 13 ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ അവിടം സന്ദർശിക്കാൻ പദ്ധതിയുണ്ടോ എന്ന ചോദ്യത്തിന് കർദിനാൾ പ്രെവോസ്റ്റ് അതിന് പദ്ധതിയിട്ടിരുന്നു, എന്നാൽ പദ്ധതികളെല്ലാം മാറി എന്നായിരുന്നു പാപ്പയുടെ പ്രത്യുത്തരം. അതേസമയം നിക്യ കൗൺസിലിന്റെ 1700-ാം വാർഷികത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പ നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രകാരം തുർക്കി സന്ദർശനത്തിന് താൻ തയ്യാറെടുക്കുന്നതായി പാപ്പ അറിയിച്ചു. മാധ്യമങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ ആംഗ്യഭാഷ ഉപയോഗിച്ച് കൈയടിക്കാൻ ലയോ 14 പാപ്പ പഠിക്കുന്ന രംഗങ്ങളും ശ്രദ്ധ നേടി. സിസ്റ്റർ വെറോനിക്ക ഡൊണറ്റെല്ലോ പഠിപ്പിച്ചത് പ്രകാരം ആംഗ്യഭാഷയിൽ പാപ്പ കൈയടിച്ച രംഗങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്.